ഹലോ, എല്ലാവർക്കും ഇളനീർ ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിലുള്ള ഒരു ചിപ്പിക്കൂൺ കറി തയ്യാറാക്കാം. അതിലേക്ക് 400 ഗ്രാം ചിപ്പിക്കൂൺ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നീട് ഒരു വലിയ തേങ്ങയുടെ പകുതി നന്നായി ചിരകിയെടുക്കുക. തേങ്ങ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് ചട്ടി നന്നായി ചൂടാവുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്കാക്കി മാറ്റി തേങ്ങ വറുത്തെടുക്കാം. അതിൻ്റെ കൂടെ ഒരു ചെറിയ പട്ട, 4 ഗ്രാമ്പു, 2 ഏലക്കായ്, 3-4 ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തത് എല്ലാം ചേർത്ത് വറുത്തെടുക്കുക. ഒന്ന് ചുവന്ന് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. മഷി പോലെ അരയണമെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കണം. പിന്നീട് നന്നായി തേങ്ങ ബ്രൗൺ കളറാവുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി തുടങ്ങിയവ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ചട്ടിയുടെ ചൂട് കൊണ്ട് പൊടികൾ നന്നായി മൂത്ത് വരും. പിന്നീട് ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഇളം ചൂടിനെ വെള്ളമൊന്നും ചേർക്കാണ്ട് നന്നായി അരച്ചെടുക്കുക. പിന്നീട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായി ചതച്ചതും, വെളുത്തുള്ളി 8-10 ചെറിയ അല്ലി നന്നായി ചതച്ചതും, 1/2 ടേബിൾ സ്പൂൺ തേങ്ങ കൊത്തിയരിഞ്ഞതും, 5-6 മുളക് നെടുകെ പിളർന്നതും, കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് വഴറ്റുക. ഒന്ന് മൂത്ത മണം വരുമ്പോൾ ഇതിലേക്ക് 2 ഇടത്തരം സവാള നൈസായി അരിഞ്ഞതും ചേർത്ത് വാട്ടുക. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും ചേർത്ത് വാട്ടുക. നന്നായി വാടിക്കഴിയുമ്പോൾ സവാളയിലേക്കുള്ള പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി തുടങ്ങിയവയിട്ട് വഴറ്റി പച്ചമണം മാറിക്കഴിയുമ്പോൾ കഴുകി വൃത്തിയാക്കി വച്ച ചിപ്പിക്കൂൺ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് 150 മില്ലി വെള്ളവും ചേർത്ത് വേവിക്കുക. ഒന്ന് പകുതി വേവാവുമ്പോൾ 5-6 മിനിറ്റ് കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക. ഒരു 1/4 ഭാഗം വേഗാവുമ്പോൾ തേങ്ങ വറുത്ത അരപ്പ് ചേർക്കുക. പിന്നെ ജാറ് കഴുകി ഏകദേശം ഒരു 150 മില്ലി വെള്ളം കൂടി ചേർക്കുക. പിന്നീട് ചാറ് കുറവാണെങ്കിൽ ഒരു 100 മില്ലി ഇളം ചൂടുവെള്ളം ചേർക്കുക. പിന്നീട് ചാറ് നന്നായി കുറുകി എണ്ണ തെളിഞ്ഞു വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും ചേർത്ത് വാങ്ങുക. പിന്നീട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഒരു ചെറിയ സ്പൂൺ എണ്ണ ചേർക്കുക. ഇതിലേക്ക് കടുക്, കറിവേപ്പില, ഉണക്കമുളക് എന്നിവ ചേർത്ത് താളിച്ച് കറിയിൽ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഏറ്റവും നല്ലത്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിക്കറിയുടെ ടേസ്റ്റുള്ള ചിപ്പിക്കൂൺ കറി റെഡി. ചിപ്പിക്കൂണാണ് ഇതിന് യഥാർത്ഥ ഇറച്ചിക്കറിയുടെ ടേസ്റ്റ് കിട്ടുന്നത്. മട്ടൻ കൂണൊന്നും അത്ര ടേസ്റ്റ് കിട്ടില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.